അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് UN രക്ഷാസമിതിയുടെ അംഗീകാരം. ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കണമെന്ന ട്രംപിന്റെ പ്രമേയം ഹമാസ് തള്ളി. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ആതിര സാരസ് നൽകും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ. ആതിര, ഈ ഗാസയിൽ സമാധാനം കൊണ്ടുവരുമെന്ന വാദം മുൻനിർത്തിയാണ് തുടക്കം മുതലേ ഈ പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് പോയത്. ഇതിപ്പോൾ ഹമാസിന്റെ നിലപാട് എന്താണ് ഇനി? അരുണ്യ, ട്രംപിന് ഗസ പദ്ധതിക്ക് ഇപ്പോൾ UN രക്ഷാസമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഗാസയിൽ രാജ്യാന്തര സേനയെ വിന്യസിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾക്കാണ് ഇപ്പോൾ UNന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഹമാസ് ഈ തീരുമാനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. ഈ പ്രമേയത്തെ ഹമാസ് തള്ളിയിരിക്കുന്നു. അതായത് ഈ ഫലസ്തീൻ ജനങ്ങളുടെ അധികാരത്തെ മാനിക്കുന്നില്ല, അവർക്ക് വേണ്ട പിന്തുണ ഈ പ്രമേയം നൽകുന്നില്ല എന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഇപ്പോൾ ഹമാസ് ഈ പ്രമേയത്തെ അംഗീകരിക്കാതെ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. രാജ്യാന്തര സേനയെ വിന്യസിക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സൊമാലിയ അടക്കമുള്ള 13 രാജ്യങ്ങളാണ് ഈ പ്രമേയത്തെ പിന്തുണച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ആരും ഈ എതിർത്ത് വോട്ട് ചെയ്തില്ല. അതേസമയം ചൈനയും റഷ്യയും അടക്കമുള്ള 2 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കാതെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എന്തായാലും പ്രദേശത്തെ സംരക്ഷിക്കുക, മേഖലയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവിടെ ജനങ്ങളുടെ സുരക്ഷ ഏർപ്പെടുത്തുക, സമാധാനം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ രാജ്യാന്തര സേന വിനിയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ അവരുടെ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയായിരിക്കും. നേരത്തെ കഴിഞ്ഞ മാസം തന്നെ ഇത്തരത്തിൽ 20 പദ്ധതിക്ക് അംഗീകാരം നേരത്തെ ലഭിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അരുണ്യ, ശരി, ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന വാദം മുൻനിർത്തി ട്രംപ് മുന്നോട്ട് വച്ച പ്രമേയമാണ് ഇപ്പോൾ UN രക്ഷാസമിതിയിൽ പാസ്സായിരിക്കുന്നത്. ആതിര സാരസാണ് വിവരങ്ങൾ നൽകിയത്.